സ്വാഗതം നിന്നി സർ. നമസ്കാരം. ഞാൻ ഇന്നും കത്തുമായിട്ടല്ല, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് കേട്ടോ വന്നത്. നമ്മളൊരു വീട് വയ്ക്കും, ഇപ്പം പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനൊരു വീട് വയ്ക്കും, വീടിനോട് കൂടി എന്താ പറയുക സ്വിമ്മിംഗ് പൂൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വീടിനോട് ചേർന്ന് ഒരു സ്വിമ്മിംഗ് പൂൾ വയ്ക്കും, അതിനൊരു പൊസിഷൻ, ഇന്ന പൊസിഷനിൽ വേണം, അങ്ങനെ ഉണ്ടോ? തീർച്ചയായും. കാരണം വെച്ചാൽ ഇത് നമ്മളൊരു സ്വിമ്മിംഗ് പൂളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള ഒരു മിറ്റം ഉള്ളതായിരിക്കും. കാരണം വെച്ചാൽ എനിക്ക് ഇപ്പോഴും വരുമെന്നറിയോ, ഒരു ചെറിയ ഏരിയയിലായിരിക്കും ഈ സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ സ്വിമ്മിംഗ് പൂൾ കൊടുക്കുമ്പം അതിനൊരു കണക്കുണ്ടല്ലോ. അപ്പം നമുക്കൊരു കുറച്ച് അത്ര അതിനുള്ള ഏരിയ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എത്ര വലിപ്പം കൊടുക്കണം എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ വീടിന് വെളിയിലാണ് നമ്മൾ പൂള് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് പൂള് കൊടുക്കാൻ പറ്റും. പക്ഷെ പൂള് കൊടുക്കുമ്പം ആ പൂളിൻ്റെ അളവും വീടിൻ്റെ അളവും തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്നൊക്കെ ഉള്ളത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം മാത്രമേ നമ്മൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വടക്ക് ഭാഗത്ത് നമുക്ക് പൂള് കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു കാരണവശാലും തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത്. അതുപോലെ ഈസ്റ്റ് ഭാഗത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രഹ്മസൂത്രം അത് തട്ടാൻ പാടില്ല. വടക്ക് ഭാഗത്ത് ചെയ്യുമ്പോൾ യമസൂത്രം എന്നെ തട്ടാൻ പാടില്ല. അതുപോലെ വീടിനകത്ത് നമ്മൾ പൂള് കൊടുക്കുന്നുണ്ട്. ഇപ്പം വെളിയിൽ പൂള് കൊടുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ചില ആൾക്കാർ വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വീടിൻ്റെ താഴത്തെ നിലയിലൊക്കെ നമ്മൾ പൂള് കൊടുക്കുന്നുണ്ട്. എപ്പോഴും വീടിൻ്റെ മുകൾ നിലയിൽ നമ്മൾ പൂള് കൊടുക്കുന്നതിനേക്കാളും താഴത്തെ നിലയിൽ പൂള് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി. കാരണം ഇപ്പം ഫ്ലാറ്റുകളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലായിരിക്കും കൊടുക്കുക. പക്ഷെ നമ്മൾ വീട് ചെയ്യുമ്പം നമ്മുടെ താഴത്തെ നിലയിലായിട്ട് നമ്മൾ പൂള് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പൂള് ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഒന്നുകിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് പൂള് കൊടുക്കാം. വെള്ളത്തിൻ്റെ കണ്ടൻസോടെ ഉള്ളത് നമുക്ക് നല്ലതാണ്. കാരണം അത്രയും പൂള് കൊടുക്കുമ്പോൾ അത്രയും വെയിറ്റ് അവിടെ കുറയും. അല്ലെങ്കിൽ ഈസ്റ്റ് ഭാഗത്ത് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർത്ത് ഭാഗത്ത് ചെയ്യാം. പിന്നെ ചില വീടുകൾ ഒരു ഇൻറ്റീരിയലിൻ്റെയൊക്കെ ഭംഗിക്ക് വേണ്ടിയായിരിക്കാം അവർ ഒരു വീടെടുക്കുമ്പോൾ അതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് പൂള് കൊടുക്കുന്നുണ്ട്, വീടിൻ്റെ മധ്യഭാഗത്ത്. പക്ഷെ ഒരു കാരണവശാലും മധ്യഭാഗത്ത് പൂള് കൊടുക്കാൻ പാടില്ല. മധ്യഭാഗത്ത് പൂള് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടിനെ ടോട്ടലി നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റിനെ അത് ബാധിക്കും. അതേസമയം നോർത്ത് ഈസ്റ്റിലോ ഈസ്റ്റ് ഭാഗത്തോ നോർത്ത് ഭാഗത്തോ നമ്മൾ പൂള് കൊടുക്കുമ്പോൾ നമുക്കത് ഐശ്വര്യമാണ്. പക്ഷേ നമ്മുടെ വീട് പ്ലാൻ ചെയ്യുമ്പം നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. ചുമ്മാ ഒരു പൂള് കൊണ്ടുവന്ന് കൊടുക്കുകയല്ലോ. നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഇന്ത്യയിൽ വർക്കുകൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു റിസോർട്ട് പോലെ വീട് വളരെ ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും, നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യും. വീടിനെ വെളി ചെയ്യുമ്പോഴും നമ്മൾ ഇത് ഉദ്ദേശിക്കണം. പിന്നെ ചില ഏരിയയിൽ വേറെ എങ്ങും ഇവർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് ഭാഗത്തോ മാത്രമേ സ്പേസ് ഉള്ളൂ എങ്കിൽ വാസ്തു ചെയ്യുന്ന ആരെങ്കിലും വിളിച്ച് കാണിച്ച ശേഷം നല്ല ഭൂമിക്കടിയിലോട്ട് നല്ല താഴ്ചയിൽ ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് മതിൽ കെട്ടി അതിന് പുറത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇപ്പോൾ ചിലപ്പം ഞാനിപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ ചെയ്യാൻ പറഞ്ഞു. എപ്പോഴും എല്ലാവർക്കും അവിടെ സ്പേസ് കാണണമെന്നില്ല. പക്ഷെ വീടിനകത്ത് നമുക്കൊരു രക്ഷയില്ല, ഈ 3 ഭാഗത്ത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വീടിന് പുറത്ത് ചെയ്യുകയാണെങ്കിൽ ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് കണക്ക് അതിനെ പ്ലോട്ട് തിരിച്ച ശേഷം കോമ്പൗണ്ടിന് പുറത്തായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ മതിലൊന്നും വേണമെന്നില്ല. പക്ഷെ ഭൂമിക്കടിയിലുള്ള ബേസിക് ഫൗണ്ടേഷൻ വേണം. കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും, പക്ഷെ ദോഷങ്ങളൊന്നും നമ്മുടെ വീടിനകത്ത് ബാധിക്കില്ല. പക്ഷേ അത് ചെയ്യുമ്പോൾ ഒരു വാസ്തു കൺസൾട്ടന്റിനെ കാണിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട്